إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പടച്ചതിന്റെ പിന്നിൽ വളരെ വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെയും ജിന്നിനെയും നാം പടച്ചിരിക്കുന്നത് ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാണ്. എന്താണ് ആ ലക്ഷ്യം? ഇല്ലാ ലിയഅ്ബുദൂൻ, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ. ഇമാം ബഗ്വി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മആലിമുത് തൻസീലിൽ ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ പറയുന്നു, ഐ ലിഅമുറഹും ബിഇബാദതി. അല്ലാഹു നമ്മെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം തന്നെ നമ്മോട് അവന് ഇബാദത്ത് ചെയ്യണം എന്ന് കൽപ്പിക്കാൻ വേണ്ടിയാണ്, എന്ന കൽപ്പനയെ നാം നിറവേറ്റാൻ വേണ്ടിയാണ്. ഇവിടെ സഹോദരങ്ങളെ, മനുഷ്യരെയും ജിന്നുകളെയും അല്ലാഹു പടച്ചിരിക്കുന്നത് എന്നൊക്കെ നാം പറയുമ്പോൾ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഞാൻ അടങ്ങുന്ന, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ സഹോദരങ്ങൾ അടങ്ങുന്ന ഈ സമുദായം, ഈ വിഭാഗത്തെ അല്ലാഹു പടച്ചിരിക്കുന്നത് അവന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ഒരു വ്യക്തിയെ ഒരു സ്ഥാപനത്തിലേക്ക് ജോലിക്കായി തയ്യാറാക്കി അല്ലെങ്കിൽ ജോലിക്കായി നിയമിച്ചു. അവിടെ അദ്ദേഹത്തിനൊരു ജോലിയുണ്ട്. ആ ജോലി വേണ്ടതുപോലെ അദ്ദേഹം നിർവഹിക്കുന്നില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വത്തിൽ അദ്ദേഹം എത്രമാത്രം അമീനായാണ്, സത്യസന്ധനായാണ് അറിയപ്പെടുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹത്തെ പരിഗണിക്കപ്പെടുക? ഇതേപോലെ അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്വം, അള്ളാഹു നമ്മോട് നിർബന്ധമായി ഇതിനു വേണ്ടിയാണ് നിങ്ങളെ പടച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഉത്തരവാദിത്വം നിറവേറ്റുന്ന കാര്യത്തിൽ എത്രത്തോളം നമുക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്? അള്ളാഹു നമ്മോട് പറയുന്നു, നിങ്ങളെ നാം പടച്ചിരിക്കുന്നത്, മനുഷ്യരെ ജിന്നുകളെ നിങ്ങളെ നാം പടച്ചിരിക്കുന്നത് അവൻ ഇബാദത്ത് ചെയ്യാനാണ്, അവൻ ഇബാദത്ത് ചെയ്യാൻ. ഇമാം ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീരിൽ ഇതിനെ വിശദീകരിക്കുമ്പോൾ പറയുന്നു, ലാ ലിഹ്തിയാജി ഇലൈഹിം. അള്ളാഹുവിന് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് അവനൊന്നും ലഭിക്കാനില്ല. മറിച്ച് ഈ ഇബാദത്ത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടി, നമ്മുടെ പരലോകം നന്നാകാൻ. അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഈ ഇബാദത്തുകൾ നമുക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. അതല്ലാതെ നിങ്ങളെ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ഞാനും നിങ്ങളും ജിന്നുകളും ഈ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് റബ്ബിന് ഒരു നേട്ടവുമില്ല. അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം, അള്ളാഹുവിന് ആരാധനകൾ നൽകണം. ഇതൊക്കെ അള്ളാഹു പറഞ്ഞതിന്റെ ഉദ്ദേശം നമ്മുടെ വിജയത്തിനാണ്. അള്ളാഹു പറയുന്നു, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. ജനങ്ങളെ, നിങ്ങൾ ഒരു കാര്യം അറിയുക, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. നിങ്ങളാണ് അള്ളാഹുവിലേക്ക് ആവശ്യക്കാർ, നിങ്ങളാണ് അള്ളാഹുവിലേക്ക് ആവശ്യക്കാർ. നിങ്ങളുടെ ഇബാദത്തുകൾ, നിങ്ങളുടെ 5 വക്ത് നിസ്കാരം, നിങ്ങളുടെ നോമ്പ്, നിങ്ങളുടെ ഹജ്ജ്, സദഖ, സകാത്ത്, ഇതൊന്നും അള്ളാഹുവിന് ആവശ്യമില്ല. ഇത് കിട്ടിയിട്ട് വേണ്ട അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ റുബൂബിയത്ത് പൂർണ്ണമാകാൻ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കഴിവ്, അവന്റെ മുൽക്ക് അത് പൂർത്തിയാകാൻ നിങ്ങളുടെ ഇബാദത്തിന്റെ ആവശ്യമില്ല. മറിച്ച് നിങ്ങൾ ചെയ്യുന്ന ഇബാദത്ത് അത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങൾ എന്തിനാണോ ചെയ്യുന്നത് നിങ്ങളുടെ വിജയത്തിനാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ അല്ലാഹു സ്വമദ്, അള്ളാഹു പരാശ്രയമുക്തനാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആവശ്യം അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്കില്ല. ഖുദ്സിയായ ഹദീസിൽ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു. ശരിക്ക് ശ്രവിക്കണം. ഒരുപക്ഷേ ഈ വിഷയം പലപ്പോഴും നിങ്ങൾ കേട്ടതാണെങ്കിലും നാം ചിന്തിക്കാതെ പോകുന്ന ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന റബ്ബാനിയായ ഹദീസിൽ അള്ളാഹു പറയുന്നു, യാ ഇബാദി, എന്റെ അടിമകളെ. ആരാണ് അടിമകൾ? ഞാനും നിങ്ങളും ഓരോരുത്തരും സ്വയം നഫ്സിനോട് പറയുക. എന്നോടാണ് റബ്ബ് പറയുന്നത്, യാ ഇബാദി, ഓ മനുഷ്യ, നീ അറിയുക, ലൗ അന്ന അവ്വലകും, നിങ്ങളെ ആദ്യത്തവൻ ആദം അലൈഹിസ്സലാത്തു വസ്സലാം, വ ആഖിറകും, ഭൂമിയിൽ അവസാനമായി ജനിക്കാനിരിക്കുന്നവൻ, വ ഇൻസകും, മനുഷ്യർ, വ ജിന്നകും, ജിന്നുകൾ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇങ്ങനെ എല്ലാവരും ലൗ അന്ന അവ്വലകും വ ആഖിറകും വ ഇൻസകും വ ജിന്നകും
കാനൂ അലാ അത്ഖാ ഖൽബി റജുലി വാഹിദിൻ മിൻകും, നിങ്ങളിൽപ്പെട്ട എല്ലാവരും ഏറ്റവും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചു എന്ന് സങ്കല്പിക്കുക. എല്ലാവരും ഏറ്റവും നല്ല ജീവിതം. രാവിലെ എഴുന്നേൽക്കുന്നു, തഹജ്ജുദ് നിസ്കരിക്കുന്നു, സുബഹിന് ജമാഅത്തിൽ മസ്ജിദിലേക്ക് പോകുന്നു, അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കുന്നു, ഫജറിന് ശേഷം മസ്ജിദിലിരിക്കുന്നു. എങ്ങനെയൊക്കെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുസ്ലിമിന്റെ ജീവിതത്തെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത്, ആ ജീവിതം നിങ്ങൾ ജീവിക്കുന്നു എന്ന് കരുതുക. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അള്ളാഹുവിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട്, മാ സാദ ദാലിക ഫീ മുൽക്കി ഷൈഅ, നിങ്ങൾ എല്ലാവരും അള്ളാഹുവിനെ അനുസരിച്ചു എന്ന് കരുതി, നിങ്ങൾ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് കരുതി, അതൊന്നും അള്ളാഹുവിന്റെ അധികാരത്തിൽ ഒന്നും വർദ്ധിപ്പിക്കാൻ പോകുന്നില്ല, ഒന്നും വർദ്ധിപ്പിക്കുകയില്ല. നിങ്ങളുടെ താഅത്ത്, നിങ്ങളുടെ അനുസരണ, അത് ഉപകാരം ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗ അന്ന അവലക്കും, നിങ്ങളിൽ ആദ്യത്തെ വ്യക്തി, വആഖിറക്കും, അവസാനത്തെ വ്യക്തി, വഇൻസക്കും വജിന്നക്കും, മനുഷ്യരും ജിന്നുകളും, കാനൂ അലാ അഫ്ജരി റജുലിൻ മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വൃത്തികെട്ട രൂപത്തിലാണ് ജീവിക്കുന്നത് എങ്കിൽ, ഏറ്റവും വൃത്തികെട്ട ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയുടെ കോലത്തിലാണ് ഓരോരുത്തരും, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ജീവിക്കുന്നത് എങ്കിൽ പോലും മോശമായ കാര്യങ്ങൾ ചെയ്ത്, വ്യഭിചരിച്ച്, കള്ളുകുടിച്ച്, മോഷ്ടിച്ച്, അള്ളാഹു നിഷിദ്ധമാക്കിയ സകല കാര്യങ്ങളും ചെയ്ത് ലോകത്തിന്റെ റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് നിങ്ങൾ ജീവിച്ചാലും, മാ നഖസ ദാലിക ഫീ മുൽക്കി ഷൈഅ, എന്റെ അധികാര പരിധിയിൽ, എന്റെ അധികാരത്തിൽ ഒരു കുറവും ഉണ്ടാകാൻ പോകുന്നില്ല. ശേഷം അള്ളാഹു പറയുന്നു, യാ ഇബാദി, എന്റെ അടിമകളെ, ഇന്നമാ ഹിയ അഅ്മാലുകും, നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അത് നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾക്കുള്ളതാണ്. ഉഹ്സിഹാ ലക്കും, അത് നിങ്ങൾക്ക് ഞാൻ നൽകുക തന്നെ ചെയ്യും. സുമ്മ ഉവഫീകും ഇയാഹ, അതിന് പകരമായ പ്രതിഫലം ഞാൻ നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും. ഫമൻ വജദ ഖൈറാ, ആ പ്രവർത്തനങ്ങളിൽ നല്ലത് ചെയ്തവർ, ഫല്യഹ്മദില്ലാഹ്, അല്ലാഹുവിനെ സ്തുതിച്ചുകൊള്ളട്ടെ. വമൻ വജദ ഗൈറ ദാലിക്, നല്ലതല്ലാത്ത പ്രവർത്തനങ്ങൾ, നീ ഹറാമ് ചെയ്യുന്നുണ്ടെങ്കിൽ, നീ മ്യൂസിക് കേൾക്കുന്നുണ്ടോ എങ്കിൽ, നീ അള്ളാഹു അല്ലെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ, നിന്റെ വസ്ത്രം നെര്യാണിക്ക് താഴെ നീ ധരിക്കുന്നുവെങ്കിൽ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, നീ ശിർക്ക് ചെയ്യുന്നുവെങ്കിൽ, ബിദ്അത്തുകൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ, ഫമൻ വജദ ഗൈറ ദാലിക ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹ്, അവനെ തന്നെ കുറ്റപ്പെടുത്തട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി ഖുദ്സിയായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ വിജയത്തിന് വേണ്ടിയാണ്. നാം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് നമ്മുടെ വിജയത്തിന് വേണ്ടിയാണ്. ആരെങ്കിലും നമ്മെ നിർബന്ധിച്ചുകൊണ്ട് നാം ഇതാ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു, ആരെങ്കിലും നിർബന്ധിച്ചാൽ മസ്ജിദിലേക്ക് പോയി നിസ്കരിക്കുന്നു, ആരെങ്കിലും നിർബന്ധിച്ചാൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, അതല്ല എങ്കിൽ തോന്നിയ പോലെയാണ് നീ ജീവിക്കുന്നതെങ്കിൽ, വല്ലാഹി സുമ്മ വല്ലാഹ്, അത് അല്ലാഹുവിന്റെ മുൽക്കിൽ, അവന്റെ അധികാരത്തിൽ ഒരു കുറവും വരുത്തുകയില്ല. അതിന്റെ ദോഷം പരലോകത്ത് അനുഭവിക്കേണ്ടത് ഞാനും നിങ്ങളും തന്നെയായിരിക്കും എന്ന കാര്യം നമുക്ക് ഓർമ്മയിൽ ഉണ്ടാകണം. ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി അള്ളാഹു ഈ ഭൂമിയിൽ നമ്മെ പടച്ചു. അള്ളാഹു നമുക്ക് ഭക്ഷണങ്ങൾ സംവിധാനിച്ചു. അള്ളാഹു വെള്ളം നൽകി, വായു നൽകി. അള്ളാഹു നൽകിയ വെള്ളം കുടിച്ച്, അവൻ നൽകുന്ന ഭക്ഷണം കഴിച്ച്, അവൻ നൽകുന്ന വായു ശ്വസിച്ച്, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് നാം ജീവിക്കുമ്പോൾ, അള്ളാഹുവിനെ തൊട്ട് അശ്രദ്ധയിലായിക്കൊണ്ട് നാം ജീവിക്കുമ്പോൾ, സഹോദരങ്ങളെ, നാം ചിന്തിക്കുക, ഏതൊരു സമയം അള്ളാഹു നമ്മുടെ ആയുസ് ഈ ഭൂമിയിൽ നിർത്തിക്കളയുന്നു, അന്ന് അള്ളാഹുവിലേക്ക് നാം തിരിച്ചു പോകേണ്ടി വരും. നാം ഗഫലത്തിലാണ്, അശ്രദ്ധയിലാണ്. അള്ളാഹുവിനെ കുറിച്ച് ബോധം നമുക്കില്ല. അള്ളാഹു നമ്മെ എന്തിന് പടച്ചു എന്ന ചിന്ത പലപ്പോഴും നമുക്കില്ല. അള്ളാഹു പറയുന്നത് പോലെ, മനുഷ്യർക്ക് അവരുടെ ഹിസാബിത അടുത്തിരിക്കുന്നു, മനുഷ്യർക്ക് അവരുടെ ഹിസാബിത അടുത്തിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ബുഇസ്തു അന വസ്സാഅതു കഹാതൈൻ, ഞാനും അവസാന നാളും ഇതുപോലെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിരിക്കുന്നത്. അത്രയും അടുത്താണ്. പരലോകം ഇതാ അടുത്തിരിക്കുന്നു, നമ്മുടെ ഹിസാബ് അടുത്തിരിക്കുന്നു. പക്ഷെ അള്ളാഹു പറയുന്നു, വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ, മനുഷ്യർ അതാ അശ്രദ്ധയിലാണ്. എന്തിനു വേണ്ടി പടച്ചു എന്ന ബോധം നമുക്കില്ല. എന്തിനാണ് റബ്ബ് നമുക്ക് ഇത്രയും സൗകര്യങ്ങൾ നൽകിയത് എന്ന ബോധം നമുക്കില്ല. നമുക്ക് ഈ വെള്ളം, നമ്മുടെ ഭക്ഷണം, നമ്മുടെ വായു, ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ, ഇതൊക്കെ ഈ ഭൂമിയിൽ അള്ളാഹു നമുക്ക് നിരത്തി തന്നത് എന്തിനു വേണ്ടിയാണ്? അവനെ ധിക്കരിക്കാനാണോ? അള്ളാഹുവെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കാനാണോ? അതല്ല, 5 വക്ത് നിസ്കാരം നിസ്കരിക്കുമ്പോഴേക്ക് ഞാൻ തിരക്കേടില്ല, ഞാൻ മോശക്കാരനല്ല, ഞാൻ അത്യാവശ്യം മെച്ചപ്പെട്ടവനാണ് എന്ന ഉജുബ് നിനക്ക് സ്വന്തം തോന്നാനാണോ? ഒരിക്കലുമല്ല. സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് ഈ ജീവിതം സംവിധാനിച്ചത് അവനെ ഇബാദത്ത് ചെയ്യാനാണ്. എന്നാൽ മനുഷ്യരുടെ അവസ്ഥ അള്ളാഹു പറഞ്ഞതുപോലെ, വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ മാ യഅതീഹിം മിൻ ദിക്രിൻ,
മനുഷ്യർക്ക് ഉത്ബോധനങ്ങൾ വന്നാൽ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഹോദരങ്ങളെ, മനുഷ്യർക്ക് ഉത്ബോധനം എന്നൊക്കെ നാം പറയുമ്പോൾ ഏതെങ്കിലും ഒരു ജനവിഭാഗമല്ല. അന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹാബത്ത് അത് കേട്ടപ്പോൾ അവർ ചിന്തിച്ചത് അവരെ കുറിച്ചാണെങ്കിൽ ഈ കേൾക്കുന്ന നാം ഓരോരുത്തർ മാ യഅതീഹിം മിൻ ദിക്രിൻ, അവർക്ക് വരുന്ന ഉത്ബോധനങ്ങൾ, റബ്ബിനെ കുറിച്ചുള്ള അറിവുകൾ, അവർ കേൾക്കുന്ന ഇൽമുകൾ, മാ യഅതീഹിം മിൻ ദിക്രിൻ മിർ റബ്ബിഹിം. അല്ലാഹു പറയുന്നു, അവർക്ക് അവരുടെ റബ്ബിൽ നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇല്ലസ്തമഊഹു വഹും യൽഅബൂൻ, അവർ അതിനെ കളിതമാശകളായിക്കൊണ്ടാണ് കേൾക്കുന്നത്. ലാഹിയതൻ ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ അശ്രദ്ധയിലാണ്. നിങ്ങൾ റബ്ബിനെ അനുസരിക്കണം, അവൻ പറഞ്ഞതുപോലെ ജീവിക്കണം, അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ മാനിക്കണം എന്നൊക്കെ പറയുമ്പോൾ കളിതമാശകളിലാണ്. ഒരുപക്ഷെ നമ്മൾ നാവുകൊണ്ട് അത്തരത്തിൽ പറയുന്നില്ല എങ്കിലും നമ്മുടെ ജീവിതം യാഥാർത്ഥ്യമാക്കുന്നത് അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ച പല കൽപ്പനകളോടും നമ്മുടെ നിലപാട് എന്താണ്? നമ്മുടെ ജീവിതത്തിന്റെ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ റബ്ബ് നമ്മോട് കൽപ്പിച്ച അധ്യാപനങ്ങൾ സഹോദരങ്ങളെ എത്രത്തോളം നാം ജീവിതത്തിൽ പാലിക്കാറുണ്ട്? ഇന്ന് പലപ്പോഴും പല ആളുകളും ദുനിയാവിന്റെ സുഖങ്ങളിൽ മാത്രമാണ് അവരുടെ ചിന്ത, അവരുടെ കച്ചവടങ്ങൾ, അവരുടെ ദുനിയാവിന്റെ വിഭവങ്ങൾ. വലിയ വീട് വെക്കണം, ധാരാളം കാറുകൾ വാങ്ങിക്കണം, ആഡംബര ജീവിതം നയിക്കണം, ഇതൊക്കെയാണ് മനുഷ്യരുടെ ചിന്ത. അതിനപ്പുറം അവനെ കാത്തിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അത്ഥിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ സുഖങ്ങളെയും മരിപ്പിച്ചു കളയുന്ന, നീ എത്ര വലിയ ഭവനത്തിൽ താമസിച്ചാലും എത്ര വലിയ സൗകര്യങ്ങൾ ഈ ഭൂമിയിൽ നിനക്കുണ്ടെങ്കിലും ഒരു ദിവസം അതൊക്കെ നശിപ്പിച്ചു കളയുന്ന, ഒന്നിനെയും നിനക്ക് കൊണ്ടുപോകാൻ സാധിക്കാത്ത മരണം നിനക്ക് വന്നെത്തുമെന്ന ഉറപ്പ് നിനക്കുണ്ടായിട്ടും, ആ ഉറപ്പ് നിനക്കുണ്ട്, എന്തായാലും നീ മരിക്കും, ഇതൊക്കെ നിനക്ക് അറിഞ്ഞിട്ടും നീ ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധ കാണിക്കുന്നില്ല എങ്കിൽ അതാണ് ഈ ഉമ്മത്തിന്റെ മേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭയപ്പെട്ടത്. ബഹ്റൈനിൽ ജീവിച്ചിരുന്ന മജൂസികളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരാറുണ്ടാക്കി. ബഹ്റൈൻ എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ ബഹ്റൈൻ, ഇന്നത്തെ ദമാമിന്റെ ഒരു ഭാഗവും കൂടി ഇന്നത്തെ ബഹ്റൈനും, അവരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കരാറുണ്ടാക്കി. അങ്ങനെ അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിസിയ സ്വീകരിക്കാൻ അവിടേക്ക് അയച്ചു. അവർക്ക് നേതാവായിക്കൊണ്ട് അലാ ഇബ്നുൽ ഹളറമി റളിയല്ലാഹു അൻഹുവിനെ ബഹ്റൈനിലെ ഗവർണറായും നിശ്ചയിച്ചു. അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് ബഹ്റൈനിൽ നിന്ന് ജിസിയയുമായി വന്നു. ജിസിയ എന്ന് പറഞ്ഞാൽ അവർ കൊടുക്കാറുള്ള കപ്പം. ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ അവർ അവരുടെ വിശ്വാസം പാലിച്ചുകൊണ്ട് ജീവിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണകൂടം കാഫിരീങ്ങളുടെ ഭരണകൂടത്തിൽ നിന്ന് സ്വീകരിക്കുന്ന കപ്പത്തിനാണ് ജിസിയ എന്ന് പറയുക. അങ്ങനെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ജിസിയയുമായി മദീനയിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഫജ്ർ നിസ്കാരത്തിന്റെ സമയമെത്തി. ഈ വാർത്ത അൻസാരികളായ സഹാബികൾ കേട്ടു. അൻസാരികൾക്ക് സന്തോഷമുണ്ടായി. കാരണം വിശപ്പിൽ ജീവിക്കുന്നവരാണവർ. വിശപ്പ് കാരണത്താൽ അബൂ ഹുറൈറ പോലെയുള്ള സഹാബി വിശപ്പ് കാരണത്താൽ ബോധം കെട്ടുപോകാറുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നു, അള്ളാഹുവിന്റെ റസൂലിന്റെ മിമ്പറിന്റെ അരികിൽ ഭക്ഷണമില്ലാത്തത് കാരണത്താൽ എനിക്ക് ബോധക്ഷയം സംഭവിക്കാറുണ്ട്. ആളുകൾ കരുതും എനിക്ക് ഭ്രാന്താണ് എന്ന് കരുതി എന്നെ അവരുടെ കാലുകൾ കൊണ്ട് ചവിട്ടുമായിരുന്നു എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം. അത്രയും പ്രയാസമുള്ള ആളുകൾ, ജീവിതത്തിൽ സുഖങ്ങൾ എന്താണെന്ന് അറിയാത്തവർ, പ്രയാസങ്ങളിൽ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി അവരുടെ ജീവിതവും സമ്പാദ്യവും ത്യജിച്ച ആളുകൾ, ആ സഹാബികൾ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ ജിസിയയുടെ സമ്പാദ്യം വന്നപ്പോൾ അവർ സന്തോഷിച്ചു. എന്താണ് അവരുടെ സന്തോഷം? ജീവിക്കാൻ വകയില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, വിശപ്പിലാണ്, ദാരിദ്ര്യത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എന്തെങ്കിലും നൽകിയാൽ കുറച്ചു ദിവസമെങ്കിലും നല്ല രൂപത്തിൽ ജീവിക്കാമെന്ന ആ ഒരു പ്രതീക്ഷയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ജിസിയയിൽ നിന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജിസിയ വന്ന വാർത്ത നിങ്ങൾക്ക് ലഭിച്ചതുകൊണ്ടാണോ നിങ്ങളുടെ മുഖത്ത് ഈ സന്തോഷം ഞാൻ കാണുന്നത്? അവർ പറഞ്ഞു, അതേ പ്രവാചകരെ, ആ ജിസിയയിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് ലഭിച്ചാൽ നമുക്കും ജീവിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അബ്ശിറു വഅമ്മിലു മാ യസുറുക്കും, നിങ്ങൾക്ക് സന്തോഷമുള്ളത് ഞാൻ നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും. ശേഷം ആ സഹാബത്തിനോട്, അവർക്ക് പിന്മുറക്കാരായി വരുന്ന നാം അടക്കമുള്ള ജനതയ്ക്ക് ഉപദേശമായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൽ ഫഖറ അഖ്ശാ അലൈക്കും, ജനങ്ങളെ നിങ്ങൾക്ക് മേൽ ദാരിദ്ര്യത്തെയല്ല ഞാൻ ഭയക്കുന്നത്, നിങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണമില്ലാതാകുന്ന ഒരു അവസ്ഥയെ ഞാൻ ഭയക്കുന്നില്ല. ആ ഒരു അവസ്ഥ വന്നാൽ നിങ്ങൾ മോശമാകുന്ന ഒരു അവസ്ഥയെ ഞാൻ ചിന്തിക്കുന്നില്ല. മറിച്ച് വലാകിന്നി അഖ്ശാ അലൈക്കുമുൽ ഗിന, ഞാൻ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടാകുന്ന സമ്പാദ്യത്തെയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ശേഷം അവിടുന്ന് പറഞ്ഞു, വലാകിൻ അഖ്ശാ അലൈക്കും അൻ തുബ്സത അലൈക്കുമുദ് ദുനിയ, ഈ ദുനിയാവിന്റെ വിഭവങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു നൽകപ്പെട്ടാൽ,
ഫതതനാഫസുഹാ കമാ തനാഫസുഹാ, നിങ്ങളുടെ മുൻഗാമികൾ ഇതിനു വേണ്ടി ദുനിയാവിന് വേണ്ടി പരിശ്രമിച്ചതുപോലെ നിങ്ങൾ ദുനിയാവിന്റെ ആളുകളായി തീർന്നാൽ ഫതുഹ്ലികകും കമാ അഹ്ലകത്ഹും, നിങ്ങളുടെ ദുനിയാവിൽ നിങ്ങളുടെ മുൻഗാമികളെ അല്ലാഹു നശിപ്പിച്ചതുപോലെ നിങ്ങളെയും അല്ലാഹു നശിപ്പിക്കുന്നതിനെയാണ് ഞാൻ ഭയക്കുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, നാം ചിന്തിക്കുക, നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മുടെ കച്ചവടം വളർത്താൻ നാം ജമാഅത്ത് നിസ്കാരങ്ങൾ ഒഴിവാക്കുന്നു, അള്ളാഹുവിന്റെ കൽപ്പനകൾ നാം ഒഴിവാക്കുന്നു, അള്ളാഹു നമ്മോട് കൽപ്പിച്ച കാര്യങ്ങൾ നാം ഒഴിവാക്കുന്നു, അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ നാം ചെയ്യുന്നു. ദുനിയാവിന്റെ സുഖങ്ങളിൽ ജീവിക്കാൻ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നാം ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടാവുക, ഒരു വ്യക്തമായ ഉത്തരവാദിത്വം നൽകിയിട്ടാണ് അള്ളാഹു ഈ ലോകത്തേക്ക് നമ്മെ അയച്ചത്. വ്യക്തമായ ഉത്തരവാദിത്വം. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രം, അള്ളാഹുവിന് മാത്രം. തൗഹീദിന്റെ കാര്യം അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കൽപ്പിച്ചത്. അതുകൊണ്ട് ഓരോരുത്തരും സ്വയം നഫ്സിനോട് ചോദിക്കുക, എനിക്ക് റബ്ബ് ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഉത്തരവാദിത്വത്തിൽ എത്രമാത്രം ഞാൻ ശ്രദ്ധ ചെലുത്തി? ഓരോരോ കാര്യങ്ങൾ, നമ്മുടെ തൗഹീദിന്റെ വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്തുകൾ നൽകുന്നതിൽ അത് അല്ലാഹുവിന് മാത്രം നൽകണമെന്ന് അവരോട് പറയാറുണ്ട്. സഹാബത്തിനോട് പറയും, നിങ്ങൾ അല്ലാഹുവിന് മാത്രം ഇബാദത്തുകൾ ചെയ്യണം. തൗഹീദിന്റെ പ്രശ്നമുണ്ടാക്കുന്ന എല്ലാ കവാടങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടച്ചു. എന്നാൽ നമ്മുടെ സമുദായത്തിൽ ഇന്ന് എത്രയെത്ര തൗഹീദിന് എതിരായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനെ മാത്രം നൽകണമെന്ന് പറഞ്ഞിരിക്കുന്ന എത്രയെത്ര വിഷയങ്ങളാണ് നമ്മുടെ ചുറ്റും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ എതിരായ പ്രവർത്തനങ്ങൾ. പക്ഷെ നമ്മുടെ മനസ്സിൽ അതിനോടൊരു വെറുപ്പുമില്ല, നമ്മുടെ മനസ്സിൽ നാം അതിനോട് പ്രതികരിക്കുന്നില്ല. അള്ളാഹു അല്ലാത്തവരെ ഈ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം നൽകേണ്ട കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് നൽകപ്പെട്ടിട്ടും നമ്മുടെ മനസ്സിന് വിഷമമില്ല, അല്ലെങ്കിൽ നാം അതിനെ പ്രതികരിക്കേണ്ട രൂപത്തിൽ പ്രതികരിക്കുന്നില്ല. എന്നാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ തൗഹീദിന് എതിരായ ഒരു വാക്ക് പറയുന്നത് പോലും അവിടുന്ന് ശ്രദ്ധിച്ചിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ ഒരു വ്യക്തി വന്നു. അദ്ദേഹം ചില കാര്യങ്ങൾ പ്രവാചകനോട് പറഞ്ഞ ശേഷം പറഞ്ഞു, മാഷാ അല്ലാഹു വശിഅത, താങ്കളും അല്ലാഹുവും ഉദ്ദേശിച്ചെങ്കിൽ. നമ്മൾ പൊതുവെ പറയാറുണ്ടല്ലോ, അല്ലാഹു ഉദ്ദേശിച്ചാൽ നടക്കും. ആ വ്യക്തി പറഞ്ഞു, താങ്കളും അല്ലാഹുവും ഉദ്ദേശിച്ചെങ്കിൽ അത് നടക്കും എന്ന രൂപത്തിൽ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അജഅൽതനി ലില്ലാഹി നിദ്ദ, നീ അല്ലാഹുവിന് സമമായി എന്നെ പരിഗണിക്കുകയാണോ? ഇമാം അഹ്മദിന്റെ റിവായത്തിൽ അജഅൽതനി വല്ലാഹി ഇദ്ല, നീ എന്നെയും അള്ളാഹുവിനെയും സമമാക്കുകയാണോ? വല്ലാഹി, സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരിക്കലും സൃഷ്ടാവും സൃഷ്ടിയും ഒരുപോലെയാണെന്ന് കരുതിയിട്ടില്ല. പക്ഷേ ആ സഹാബിയുടെ വാക്കിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു പദപ്രയോഗം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മുടക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ പറയരുത്, അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ എന്ന് മാത്രം പറയുക. നമ്മളൊക്കെ ചില ആളുകൾ പറയുന്നതായി കേൾക്കാറുണ്ട്, അള്ളാഹുവും നിങ്ങളും വിചാരിച്ചതുകൊണ്ട് ഈ ഒരു കാര്യം നടന്നു. വല്ലാഹി അല്ല, അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ട് മാത്രം. ഖാലിഖായ റബ്ബിന്റെ മശീഅത്തും അവന്റെ തീരുമാനങ്ങളും മഖ്ലൂഖായ ഒരു മനുഷ്യന്റെ മശീഅത്തും അവന്റെ തീരുമാനവും ഒരിക്കലും ചേർത്തി പറയാൻ പാടില്ല. എത്രയെത്ര ആളുകളുടെ നാവിൽ നിന്ന് തൗഹീദിന് ഘടകവിരുദ്ധമായ ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നു, ഈ വാക്കുകൾ പറയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനെ നാം ബഹുമാനിക്കുക. അള്ളാഹുവിന്റെ കൂടെ ആ രൂപത്തിൽ നാം ചേർത്ത് പറയരുത്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂലു മാ ഷാ അല്ലാഹു വ ഷാ ഫുലാൻ, അള്ളാഹുവും ഇന്ന ആളും വിചാരിച്ചിരുന്നുവെങ്കിൽ എന്ന് നിങ്ങൾ പറയരുത്. വലാകിൻ ഖൂലു, നിങ്ങൾ പറയേണ്ടത് എന്താ? മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ച കാര്യം, വശാ ഫുലാൻ സുമ്മ ഷാ ഫുലാൻ, ഇന്നയാൾ അതിനുവേണ്ടി പണിയെടുത്തു, അള്ളാഹു തീരുമാനിച്ച കാര്യം നടന്നു, ഇന്നയാൾ എന്നെ സഹായിച്ചു, ഇന്നയാൾ അതിന് സബബായി എന്നൊക്കെ നിങ്ങൾക്ക് പറയാമെന്നല്ലാതെ അള്ളാഹുവും ഇദ്ദേഹവും ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് വീട് കിട്ടില്ലായിരുന്നു എന്ന് പറയരുത്. അള്ളാഹുവിന്റെ മശീഅത്തിന്റെ കൂടെ അള്ളാഹു അല്ലാത്ത മറ്റ് സൃഷ്ടികളുടെ പേര് ചേർത്തി പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിലക്കി. ഇമാം ഹറവി റഹിമഹുല്ലാഹ് പറയുന്നു, ലിമാ ഫീഹി മിന തസ്വിയതി ബൈന അല്ലാഹി വ ബൈന ഇബാദി, അത്തരത്തിൽ പറയുമ്പോൾ അള്ളാഹുവിനെയും അവന്റെ സൃഷ്ടികളെയും ഒരുപോലെയാക്കുന്നതിന് തുല്യമാണ്. ഇനി എന്റെ സഹോദരങ്ങൾ ചിന്തിക്കുക, നാം ഇന്ന് ജീവിക്കുന്ന ഈ ഒരു ചുറ്റുപാടിൽ എത്രയെത്ര വാക്കുകൾ തൗഹീദിനെതിരായി നാം കേൾക്കുന്നുണ്ട്. ദീനിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ താടി നീട്ടി വളർത്തണമെന്ന് പറയുമ്പോൾ, നെര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കണമെന്ന് പറയുമ്പോൾ, കല്യാണങ്ങളിൽ മ്യൂസിക്കുകൾ വെക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ, ആണും പെണ്ണും കൂടിക്കലരാൻ പാടില്ല എന്ന് പറയുമ്പോൾ, ഇതെന്ത് ദീനാണ് എന്ന് ചോദിക്കുന്ന ആളുകൾ, സഹോദര, ഇത് ഈ ദീനിനെ കുറിച്ച് നീ മനഃപൂർവ്വം ചോദിച്ചാൽ നീ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഇത് അള്ളാഹുവിന്റെ ദീനാണ്, ഇത് അള്ളാഹുവിന്റെ ദീനാണ്. അതല്ല എങ്കിൽ ചില ആളുകൾ പറയുന്നത് കേൾക്കാം, ഈ ദീൻ അന്നത്തെ കാലഘട്ടത്തിലൊക്കെ പറ്റും, ഇന്ന് ഇതൊന്നും പ്രാവർത്തികമാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നീ പറയുന്നതിന്റെ അർത്ഥം എന്താ? അള്ളാഹുവിന്റെ ദീൻ എല്ലാ കാലത്തിനും യോജിച്ചതല്ല എന്ന്. അത് കുഫറാണ്.
തമാശക്ക് പോലും അത്തരത്തിലുള്ള വാക്കുകൾ നിന്റെ നാവിൽ നിന്ന് വന്നുകൂടാ. അതുകൊണ്ട് സഹോദരങ്ങളെ, തൗഹീദിന്റെ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകണം. അള്ളാഹുവിന്റെ ദീനിനെ നാം ബഹുമാനിക്കുക, അള്ളാഹുവെ നാം ബഹുമാനിക്കുക, അവന് കൊടുക്കേണ്ട സ്ഥാനം നാം കൊടുക്കുക. ഒരു കാരണവശാലും ഇസ്ലാമിനെ പരിഹസിക്കുന്ന, ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ പരിഹസിക്കുന്ന ഒരു സംസാരം പോലും നമുക്കിടയിൽ ഉണ്ടായിക്കൂടാ. ആ നിർബന്ധം നമുക്കുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിലാണ് സഹാബത്തിനെ വളർത്തിയെടുത്തത്. ഒരിക്കൽ സഹാബത്ത് ഒരു യാത്രയിലാണ്. ചില ആളുകൾ ചില സഹാബികളെ കുറിച്ച് പരിഹസിച്ചുകൊണ്ട് സംസാരിച്ചു. അവർ യുദ്ധത്തിന് വേണ്ടി വന്നപ്പോൾ അവർ ഖുർആൻ ഓതിയിരിക്കുകയായിരുന്നു. അവരുടെ ഖുർആനിനെ കുറിച്ച്, അവർ ഓതുന്ന ആ പ്രവർത്തനത്തെ കുറിച്ച് കളിയാക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് പരാതിയെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പരിഹസിച്ചത്? അവർ പറഞ്ഞു, ഇന്നമാ കുന്നാ നഖൂദു വനലഅബ്, പ്രവാചകരെ, നാം കളിതമാശയായി പറഞ്ഞതാണ്. ദീനിനെ കുറിച്ച്, ഖുർആനിനെ കുറിച്ച്, ഖുർആനിന്റെ വാഹകരെ കുറിച്ച് ഞാൻ തമാശയായി പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചോദിച്ചപ്പോൾ അല്ലാഹു ആയത്തിറക്കി, ഖുൽ അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ, നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അവന്റെ ദൃഷ്ടാന്തങ്ങളെയും ഈ പരിശുദ്ധ ദീനിനെയും കൊണ്ടാണോ നിങ്ങൾ തമാശ പറയുന്നത്? ലാ തഅ്തദിറു, ഒരു കാരണവും നിങ്ങൾ പറയണ്ട. ഖദ് കഫർതും ബഅദ ഈമാനികും, നിങ്ങളുടെ വിശ്വാസത്തിന് ശേഷം നിങ്ങളിതാ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു, നിങ്ങൾക്ക് ഇനി ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ ആയത്തിറക്കി. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീനിനെതിരായ സംസാരങ്ങൾ നാം സൂക്ഷിക്കുക. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ദീനിനെ പരിഹസിച്ചുകൊണ്ട് സംസാരിക്കുന്നുവെങ്കിൽ അവർക്ക് നാം പറഞ്ഞു കൊടുക്കുക. ചില ആളുകളൊക്കെ താടി വെച്ചാൽ അവർ പറയാറുണ്ട്, ഏതെങ്കിലും കുടുംബ വീട്ടിൽ ചെന്നാൽ അവർ പരിഹസിക്കും. വളരെ മോശപ്പെട്ട വാക്കുകൾ ഈ താടി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാം എന്നൊക്കെ പറയുന്ന ആളുകൾ, അവർ കളിയാക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്തുള്ള താടിയാണ്. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ താടി നീട്ടി വളർത്തുക എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ റസൂലിനെയാണ് അവർ പരിഹസിക്കുന്നത്. അത് അള്ളാഹുവിന്റെ ദീനിനോടുള്ള പരിഹാസമാണ്. അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, തൗഹീദിന്റെ വിരുദ്ധമായ ഒരു വാക്ക് നമ്മുടെ നാവിൽ നിന്നുണ്ടായിക്കൂടാ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നിങ്ങളൊരു പക്ഷേ ഒരു വാക്ക് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ ദീനിന് ഒരു കോട്ടവും വരാനില്ല. ഇന്നമാ ഹിയ അഅമാലുക്കും, അത് നിങ്ങൾ ചെയ്യുന്ന കാര്യമാണ്. ഉഹ്സിഹാ ലക്കും, നിങ്ങൾ പറയുന്ന കളിതമാശയും പരിഹാസവും ഒക്കെ വെറുതെ അങ്ങ് പോകുമെന്ന് കരുതരുത്. അള്ളാഹു അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. സുമ്മ ഉവഫീകും ഇയ്യാഹ, നിന്റെ പരിഹാസത്തിന് കണക്കായ മറുപടി അല്ലാഹു റബ്ബുൽ ആലമീൻ നിനക്ക് നൽകുക തന്നെ ചെയ്യും. മഹാനായ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം മരുഭൂമിയിൽ വെച്ച് കപ്പൽ ഉണ്ടാക്കുമ്പോൾ ചില ആളുകൾ അദ്ദേഹത്തെ പരിഹസിച്ചല്ലോ. നീ മരുഭൂമിയിൽ വെച്ച് കപ്പൽ ഉണ്ടാക്കിക്കൊണ്ട് എങ്ങനെ അത് പ്രവർത്തിപ്പിക്കാനാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഇൻ തസ്ഖറു മിന്നാ ഫഇന്നാ നസ്ഖറു മിൻകും കമാ തസ്ഖറൂൻ, നിങ്ങൾ ഇന്ന് പരിഹസിച്ചു കൊള്ളുക, എന്നാൽ ഒരു ദിവസം വരാനുണ്ട്, അന്ന് നമ്മൾ സന്തോഷിക്കും, നാം സന്തോഷിക്കും, അള്ളാഹുവിന്റെ ആളുകൾ സന്തോഷിക്കും, എന്നാൽ നിങ്ങൾ അന്ന് അനുഭവിക്കാനിരിക്കുന്ന പ്രയാസം അത് കഠിനമായിരിക്കുമെന്ന് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ സഹോദരങ്ങളെ, നമുക്ക് ഒരു ബോധമുണ്ടാവുക. നമ്മുടെ കുടുംബക്കാർക്ക്, നമ്മുടെ വീട്ടുകാർക്ക് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. വളർന്നു വരുന്ന കുട്ടികൾക്ക് റബ്ബിനെ കുറിച്ചുള്ള ഒരു ബോധമുണ്ടാക്കി കൊടുക്കുക. മദീനയിലെ മുഫ്തിയായ ഷെയ്ഖ് സാലിഹ് അസ്സുഹൈമി ഹഫിളഹുല്ലാഹ്, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, എപ്പോഴാണ് ചെറിയ കുട്ടികൾക്ക് റബ്ബിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അവരുടെ നാവിൽ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, റബ്ബിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, അള്ളാഹു ആകാശത്താണെന്ന് വിശ്വാസം പഠിപ്പിച്ചു കൊടുക്കുക. ഇങ്ങനെ റബ്ബിനെ കുറിച്ചുള്ള ബഹുമാനം അവരുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുത്താൽ അവൻ വലുതായാൽ ഹറാമുകളിലേക്ക് പോവില്ല. ഹറാമുകളുടെ സുഖത്തിനേക്കാൾ അവന്റെ മനസ്സിൽ വലുത് അള്ളാഹുവിനോടുള്ള ഭയഭക്തിയായിരിക്കും, റബ്ബിനോടുള്ള പേടിയായിരിക്കും. ഞാനൊരു തെറ്റ് ചെയ്താൽ ഒരു പക്ഷേ എനിക്കിവിടെ ഏതാനും നിമിഷങ്ങൾ അത് മുഖേന സുഖം ലഭിക്കുമായിരിക്കും, പക്ഷേ റബ്ബിന്റെ മുന്നിലെത്തിയാൽ എന്നെ കാത്തിരിക്കുന്നത് ആ നരകമാണെന്ന ഭയം അവന്റെ മനസ്സിലുണ്ടാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, തൗഹീദിന് വില കൽപ്പിക്കുക. തൗഹീദിനെതിരായ ഒരു പ്രവർത്തനം ഉണ്ടാവരുത്. അള്ളാഹുവിന്റെ ദീനിനെതിരായ ഒരു സംസാരവും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ നമുക്കിടയിൽ നിന്ന് വ്യാപകമായി കാണുന്ന ഒരു കാര്യമാണ്, എന്തെങ്കിലും വിഷയമുണ്ടായാൽ ചില ആളുകൾ സത്യം ചെയ്യുമ്പോൾ പറയും, എന്റെ ഉമ്മ തന്നെയാണ് സത്യം, എന്റെ ഉപ്പ തന്നെയാണ് സത്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ കാന ഹാലിഫ ഫൽയഹ്ലിഫ് ബില്ലാഹി ഔ ലിയസ്മുത്, ആരെങ്കിലും സത്യം ചെയ്യുന്നുവെങ്കിൽ ഒന്നുകിൽ അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്യുക, അതല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കുക. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കിലേക്ക് വരെ എത്തിക്കുമെന്ന് ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതനായ ഹാഫിദ് ഇബ്നു ഹജർ അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ പറയുന്നതായി കാണാം. അല്ലാമ അബ്ദുറഹ്മാൻ ഇബ്നു യഹ്യ അൽ മുഅല്ലിമി റഹിമഹുല്ലാഹ് പറഞ്ഞു, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്താൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പാപം വരെയാകാനുള്ള സാധ്യതയുണ്ട്.
അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ഒരു കാരണവശാലും സത്യം ചെയ്യാൻ പാടില്ല. ചില ആളുകൾ പറയും, എന്റെ ഉമ്മ തന്നെയാണ് സത്യം, എന്റെ വാപ്പ തന്നെയാണ് സത്യം. അത്തരത്തിലുള്ള ഒരു വാക്ക് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമല്ല. വബറ ഇബ്നു അബ്ദുറഹ്മാൻ റഹിമഹുല്ലാഹ് പറയുന്നു, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നതായി ഞാൻ കേട്ടു, لأن أحلف بالله كاذبا أحب إلي من أن أحلف بغيره صادقا. അള്ളാഹുവിന്റെ പേര് പറഞ്ഞുകൊണ്ട്, അള്ളാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് കളവ് പറയുന്നതാണ് അള്ളാഹു അല്ലാത്തവരുടെ പേര് പറഞ്ഞുകൊണ്ട്, അവരുടെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് സത്യം പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടമെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഹാഫിദ് അസ്സുയൂത്തി അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, അത് പറയാനുള്ള കാരണം, ഒരു വ്യക്തി ഒരു വസ്തുവിൽ പിടിച്ചുകൊണ്ട് സത്യം ചെയ്യുമ്പോൾ ആ വസ്തുവിനോടുള്ള ബഹുമാനമാണ് അറിയിക്കുന്നത്. യഥാർത്ഥ ബഹുമാനം അള്ളാഹുവിനോട് മാത്രമേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു കാരണവശാലും അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യാൻ പാടില്ല. സത്യം ചെയ്യുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ പേരിൽ മാത്രം, സത്യം ചെയ്യുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ പേരിൽ മാത്രം. ഒരു വസ്തുവിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേരിൽ, അള്ളാഹു അല്ലാത്ത മറ്റൊന്നിന്റെയും പേരിൽ ഒരു കാരണവശാലും സത്യം ചെയ്യാൻ പാടില്ല. അത് ശരീഅത്ത് വിലക്കിയിട്ടുള്ള കാര്യമാണ്. മൂന്നാമതായി, നമ്മുടെ സമുദായത്തിൽ തൗഹീദിന്റെ വിഷയത്തിൽ വളരെ മോശമായ ഒരു ശരീഅത്ത് വിലക്കിയിരിക്കുന്ന മുഖാലഫ നടക്കുന്ന വിഷയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിഷയത്തിൽ അതിര് കവിയുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനിക്കാത്തവൻ മുസ്ലിമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാത്തവൻ, അവന്റെ ഈമാൻ പരിപൂർണമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറ്റം പറയുന്നവൻ, അവൻ ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. പ്രവാചകനെ സ്നേഹിക്കുക എന്നുള്ളത് ഈമാനിന്റെ അടിസ്ഥാനമാണ്. പക്ഷേ അതിര് കവിയുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുതുറൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയം. ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിഷയത്തിൽ ക്രൈസ്തവർ അതിര് കവിഞ്ഞതുപോലെ എന്റെ വിഷയത്തിൽ നിങ്ങൾ അതിര് കവിയാൻ പാടില്ല. ഇന്നമാ അന അബ്ദുൻ, ഞാൻ അല്ലാഹുവിന്റെ അടിമ മാത്രമാണ്. ഫഖൂലു അബ്ദുല്ലാഹി വറസൂല, നിങ്ങൾ പറയേണ്ടത് ഞാൻ അല്ലാഹുവിന്റെ അടിമയും അവന്റെ പ്രവാചകനുമാണെന്ന് നിങ്ങൾ പറയുക. അതല്ലാതെ അതിര് കവിഞ്ഞുകൊണ്ട് എന്നെ പുകഴ്ത്താൻ പാടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള ഹദീസുകൾ നാം കേൾക്കുമ്പോൾ നാം ചിന്തിക്കുക, നാം ജീവിക്കുന്ന ഈ ഒരു സമുദായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ അവരുടെ വിശ്വാസങ്ങൾ എന്താണ്? പ്രവാചകനെ അതിര് കവിഞ്ഞുകൊണ്ട് പുകഴ്ത്തുന്നവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹുവിന് മാത്രമുള്ള വിഷയങ്ങൾ പ്രവാചകന് നൽകുന്നവർ. റുബയ്യ ബിൻത് മുഅവ്വിദ് ഇബ്നു അഫ്റാ റളിയല്ലാഹു അൻഹ പറയുന്നു, എന്റെ വിവാഹത്തിന്റെ പിറ്റേ ദിവസം ഇയാസ് ഇബ്നു ബുഖൈർ അൽ-ലൈഥി റളിയല്ലാഹു അൻഹുമായി എന്റെ വിവാഹം കഴിഞ്ഞ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ വീട്ടിലേക്ക് വന്നു. അവിടെ ചില പെൺകുട്ടികൾ പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോൾ അവർ പ്രവാചകനെ കുറിച്ച് അതിലൊരു പെൺകുട്ടി പറഞ്ഞു, വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ, നമ്മുടെ കൂട്ടത്തിൽ ഒരു പ്രവാചകനുണ്ട്, നാളെ നടക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാം. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തഖൂലീന ഹാദാ, ഇത് പറയരുത്, ഈ വാക്ക് നീ പറയരുത്. ബൽ തഖൂലീൻ കമാ ഖുൽതി മിൻ ഖബൽ, നേരത്തെ നീ പറഞ്ഞ വാക്കുകൾ പറഞ്ഞുകൊണ്ട് പാട്ടുപാടുക. അതല്ലാതെ നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ അറിയുന്ന ഒരു പ്രവാചകൻ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ന് എന്നെ കുറിച്ച് പറയരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കിയതായി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. സഹോദരങ്ങളെ, കേരളക്കരയിൽ എത്രയെത്ര ആളുകളാണ് ഇന്ന് വിശ്വസിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ളത്? അദൃശ്യ കാര്യങ്ങൾ പ്രവാചകൻ അറിയാമെന്ന് വിശ്വസിക്കുന്നവർ, ഇത് ഇസ്ലാമിനെതിരാണ്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതിനെതിരാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകണം. സമീപകാലം ഒരു വ്യക്തി, വളരെ പ്രസിദ്ധമായ ഒരു വ്യക്തി, ആളുകളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ നിങ്ങളതങ്ങനെ പറയരുത് എന്ന് പറഞ്ഞ ഭാഗം അത് ഒഴിവാക്കിക്കൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു പെൺകുട്ടി പാടി, നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ അറിയുന്ന ഒരു പ്രവാചകൻ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബി അത് അംഗീകരിച്ചു എന്ന രൂപത്തിൽ ഒരു വ്യക്തി പ്രസംഗിച്ചു. ഇങ്ങനെയാണ് ജനങ്ങളെ പഠിപ്പിക്കുന്നത്. നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ പ്രവാചകൻ അറിയാമെന്ന രൂപത്തിൽ. ഇത് മക്കയിലെ കാഫിര്യങ്ങൾ പോലും വിശ്വസിച്ചിരുന്നില്ല. ഇത്രയും മോശമായ വിശ്വാസങ്ങൾ നമ്മുടെ നാടുകളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. റബ്ബിന് മാത്രം നൽകേണ്ട സ്ഥാനങ്ങൾ മനുഷ്യർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ മക്കയിലെ കാഫിര്യങ്ങളെ കുറിച്ച് നിങ്ങൾ പരിശുദ്ധ ഖുർആനിൽ വായിച്ചു നോക്കുക സഹോദരങ്ങളെ. ഒരിക്കലും അവർ അത്തരത്തിൽ വിശ്വസിച്ചിരുന്നില്ല. അദൃശ്യ കാര്യങ്ങൾ അറിയുന്നത് അല്ലാഹു മാത്രമാണ്. അല്ലാഹു പറയുന്നു, ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. ആകാശഭൂമികളിലുള്ളവർ ഒരാൾ പോലും അദൃശ്യമായ കാര്യങ്ങൾ അറിയുകയില്ല. അതറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. അതറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖുൽ, പ്രവാചകരെ താങ്കൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക, ലാ അംലികു, ശരിക്കും ചിന്തിക്കണം,
ലാ അംലികു ലിനഫ്സി, പ്രവാചകൻ പറയുകയാണ്, ലാ അംലികു ലിനഫ്സി, എന്റെ ശരീരത്തിന് ഞാൻ ഉടമപ്പെടുത്തുന്നില്ല, നഫ്അൻ, എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ, വലാ ദർറൻ, എന്തെങ്കിലും ഒരു ഉപദ്രവം ചെയ്യാൻ, ഇല്ലാ മാ ഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചാലല്ലാതെ. വലൗ കുന്തു, എന്റെ സഹോദരങ്ങൾ ചിന്തിക്കുക, ഇത് ഏതെങ്കിലും ചില ആളുകൾ പറയുന്നത് പോലെ ആ ഒരു സംഘടന അങ്ങനെ പറയുന്നു, ഇവരിങ്ങനെ പറയുന്നു. വല്ലാഹി, ഒരു സംഘടനയുടെയും ആശയമല്ല, ഇത് ദീനിന്റെ ആശയമാണ്. വലൗ കുന്തു അഅലമുൽ ഗൈബ, പ്രവാചകൻ പറയുകയാണ്, പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നു, വലൗ കുന്തു അഅലമുൽ ഗൈബ്, എനിക്കെങ്ങാനും അദൃശ്യമായ കാര്യങ്ങൾ അറിയായിരുന്നുവെങ്കിൽ ലസ്തക്സർതു മിനൽ ഖൈർ, ഞാൻ ധാരാളം നന്മകൾ ചെയ്യുമായിരുന്നു. ഇമാം മുജാഹിദ് റഹിമഹുല്ലാഹ് അതിനെ വിശദീകരിക്കുന്നു. മക്കയിലെ കാഫിരീങ്ങൾ പ്രവാചകനോട് പറയാറുണ്ട്, മുഹമ്മദേ, പട്ടണങ്ങളിൽ സാധനങ്ങൾക്ക് വിലയേറി വരാൻ പോകുന്നു, സാധനങ്ങൾക്ക് വില കൂടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നിനക്ക് അദൃശ്യമായ കാര്യങ്ങൾ അറിയായിരുന്നുവെങ്കിൽ നേരത്തെ തന്നെ സാധനങ്ങൾ വാങ്ങിവെച്ച് അതിന് വില കൂടുതൽ ഉണ്ടാകുമ്പോൾ നിനക്ക് വിറ്റ് സമ്പാദിക്കാൻ സാധിക്കുമെന്ന് മക്കയിലെ കാഫിരീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ അല്ലാഹു അവതരിപ്പിച്ച ആയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൗ കുന്തു അഅലമുൽ ഗൈബ ലസ്തക്സർതു മിനൽ ഖൈർ, ഞാൻ അദൃശ്യമായ കാര്യങ്ങൾ എനിക്കറിയായിരുന്നുവെങ്കിൽ ഞാൻ ധാരാളം നന്മകൾ ചെയ്യും. വമാ മസ്സനി യസ്സൂ, ഒരു ദോഷവും എനിക്ക് ബാധിക്കുകയില്ല എനിക്ക് അദൃശ്യമായ കാര്യങ്ങൾ അറിയായിരുന്നുവെങ്കിൽ. എന്നാൽ എനിക്ക് അദൃശ്യമായ കാര്യങ്ങൾ അറിയില്ല, അത് അള്ളാഹുവിന് മാത്രമുള്ളതാണ്. എന്നാൽ സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആശയം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അദൃശ്യമായ കാര്യങ്ങൾ അറിയില്ല, അവിടുന്ന് പ്രയാസങ്ങൾ അനുഭവിച്ചു, എത്രയെത്ര ബുദ്ധിമുട്ടുകൾ. ജനിക്കുമ്പോൾ തന്നെ യതീമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത്. തന്റെ മാതാവിന്റെ സ്നേഹവും വാത്സല്യവും അനുഭവിച്ചു തുടങ്ങുമ്പോൾ 6 വയസ്സാകുമ്പോഴേക്ക് തന്റെ മാതാവ് തന്നെ വിട്ടുപോയി. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചില കുടുംബക്കാർ നോക്കി, അവരും മരണപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താനങ്ങൾ അവരുടെ കൺമുന്നിൽ വെച്ച് മരണപ്പെട്ടു. അവിടുന്ന് ധാരാളം സന്താനങ്ങളെ ലഭിച്ചിട്ടില്ല. പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസങ്ങൾ, അവിടുത്തെ പല്ല് പൊട്ടുന്ന അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടി വന്നു. അവിടുത്തെ കാലുകൾക്ക് മുറിവ് സംഭവിച്ചു. ചരിത്രം രേഖപ്പെടുത്തുന്നതനുസരിച്ച് കാലുകൾക്ക് മുറിവ് സംഭവിച്ച് ആ കാലുകളിൽ നിന്ന് വന്ന രക്തം അവിടുത്തെ ചെരുപ്പോട് ചേർന്ന് അവിടുന്ന് പ്രയാസപ്പെട്ടിരുന്നു. അത്രയും അധികം പ്രയാസങ്ങൾ, നൊമ്പരങ്ങൾ, വേദനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹിച്ചു. അദൃശ്യമായ കാര്യങ്ങൾ അറിയായിരുന്നുവെങ്കിൽ ഈ വിപത്തുകളിൽ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെട്ടത്? അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് ദീനിന്റെ ആശയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട്. അവിടുന്ന് അദൃശ്യമായ കാര്യങ്ങൾ അറിയായിരുന്നെങ്കിൽ അത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് പോകാതിരിക്കാമായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസങ്ങൾ സഹിച്ചു, വേദനകൾ സഹിച്ചു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഔലിയാക്കൾക്ക്, അംബിയാക്കൾക്ക്, സാലിഹീങ്ങൾക്ക്, മലക്കുകൾക്ക്, ഏതെങ്കിലും വലിയന്, സമീപകാലം ജീവിച്ച ഏതെങ്കിലും വലിയന് അദൃശ്യമായ കാര്യങ്ങൾ അറിയാമെന്ന് പറയുന്നവർ, അതൊരിക്കലും ഇസ്ലാമിന്റെ ആശയമല്ല. നമ്മുടെ നാട്ടിൽ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില വാക്കുകൾ, കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാം നിങ്ങളുടെ കൽബകത്തുള്ളവർ. മുഹയ്യിദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് പറയുമ്പോൾ ഹിജ്റ 508 ജീവിച്ച് ഹിജ്റ 587 മരണപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ, മനസ്സിനകത്തുള്ളത് അദ്ദേഹം അറിയുമെന്ന വിശ്വാസം ഒരു കൂട്ടം ആളുകൾ വിശ്വസിച്ചുകൊണ്ട് നടക്കുമ്പോൾ പരിശുദ്ധ ഖുർആനിലെ വാക്ക്, ഇന്നഹു അലീമുൻ ബിദാത്തിസ് സുദൂർ, മനസ്സിലുള്ളത് അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. എവിടെ ഈ ആയത്ത്? എന്തുകൊണ്ടാണ് ഈ ആയത്തുകൾ അവർ ചിന്തിക്കാത്തത്? അതുകൊണ്ട് സഹോദരങ്ങളെ, അങ്ങനെ പറയുന്നവർ അങ്ങനെ പറയട്ടെ, ഇങ്ങനെ പറയുന്നവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നതല്ല, മറിച്ച് അള്ളാഹുവിന്റെ ദീൻ നാം പഠിക്കുക. മനസ്സിലറിയുന്നത്, മനസ്സിലുള്ളത് അറിയുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ആ ഒരു വിശ്വാസം തന്നെ ശിർക്കാണ്. നമ്മുടെ മനസ്സിലുള്ളത് ഏതെങ്കിലും ഒരു വലിയ അറിയുമെന്ന് വിശ്വസിച്ചാൽ അത് തന്നെ ശിർക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിയോരത്ത് വെച്ച് അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ കാണുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, നല്ല വസ്ത്രമൊക്കെ താങ്കൾ ധരിച്ചിട്ടുണ്ട്, എന്താണ് കാരണം? അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, എന്റെ വിവാഹം കഴിഞ്ഞു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയായിരുന്നുവെങ്കിൽ, മനസ്സിലുള്ളത് അറിയായിരുന്നുവെങ്കിൽ എന്തിനാണ് ചോദിക്കുന്നത്? അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള പിഴച്ച വിശ്വാസങ്ങൾ നാട്ടിൽ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ അതിനെതിരെ നമ്മൾ പ്രവർത്തിക്കണം. നാം അവർക്ക് പറഞ്ഞു കൊടുക്കണം, ഒരിക്കലും ദുനിയാവിൽ എന്തെങ്കിലും മോഹിച്ചിട്ടല്ല, അവരുടെ പരലോകം രക്ഷപ്പെടാൻ വേണ്ടി മാത്രം, അവരുടെ പരലോകം രക്ഷപ്പെടാൻ വേണ്ടി മാത്രം. കാരണം ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് നൽകുന്ന പാപമല്ല, അത് കഠിനമായ പാപമാണ്. അല്ലാഹു ആ പ്രവർത്തനത്തിന് തയ്യാറാക്കിയിരിക്കുന്നത് നരകമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള വിശ്വാസ വൈകല്യങ്ങൾ നാട്ടിൽ പ്രചരിപ്പിക്കുമ്പോൾ അതിനെതിരിൽ നമ്മൾ പ്രവർത്തിക്കുക. അവർക്ക് നാം പറഞ്ഞു കൊടുക്കുക, പ്രത്യേകിച്ച് ഏതെങ്കിലും സംഘടനകളിലേക്ക് ആളുകളെ ക്ഷണിക്കാനല്ല,
ഏതെങ്കിലും വിഭാഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കാനല്ല. ഒരു സംഘടനയില്ലാതെ നീ ജീവിച്ചാലും ഏകനായ റബ്ബിനെ മാത്രം അംഗീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തും പാലിച്ചുകൊണ്ട് നീ ജീവിച്ചാൽ നീ വിജയിക്കുന്നവനാണ്. അതല്ലാതെ ഏതെങ്കിലും ഒരു സംഘടനയുടെ പിന്നിൽ നിന്ന് അവർ വിശ്വസിക്കുന്ന വിശ്വാസങ്ങളൊക്കെയാണ് എന്റെ വിശ്വാസം എന്ന് പറയുന്നതിൽ നിനക്ക് അർത്ഥമില്ല. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാഫിരീങ്ങളായ ജനത ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞത്, ഇന്നാ വജദ്നാ ആബാഅന, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഇങ്ങനെയാണ് ചെയ്തത്, നാമും ഇങ്ങനെ തന്നെ പോയിക്കൊള്ളാം എന്നത് നമുക്കുള്ള തെളിവല്ല. മറിച്ച് നിങ്ങൾ പഠിക്കുക, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നമുക്കാകുന്നത് നമ്മൾ ചെയ്യുക. ഇന്ന് അവസാന ദിവസങ്ങളിൽ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും, ലോകം നിയന്ത്രിക്കുന്നത് കോഴിക്കോട് 1991 മരണപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് പറയുന്നവർ. ഇതൊരു സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞ് പഠിപ്പിക്കപ്പെടുകയാണ്. CM മടവൂർ എന്ന് പറയുന്ന വ്യക്തിയാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്, അദ്ദേഹമാണ് മുദബ്ബിറുൽ ആലം എന്ന് പറയുന്നവർ. ഇത് മുസ്ലിം സമുദായമാണെന്ന് പറയുന്നവർ, അത് മുസ്ലിമീങ്ങൾക്ക് മുന്നിൽ പറയുന്നവർ. സഹോദരങ്ങൾ, ഇതിനെതിരിൽ നമ്മൾ പ്രതികരിക്കുന്നില്ല എങ്കിൽ സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുമ്പോൾ ഇത്തരത്തിലുള്ളൊരു വാദം കേട്ടാൽ അതിന് താഴെ അള്ളാഹുവാണ് ലോകം നിയന്ത്രിക്കുന്നത്. ഖുർആനിലെ വചനങ്ങൾ നിങ്ങൾ കൊടുക്കുക, ഹദീസുകൾ നിങ്ങൾ കൊടുക്കുക. മക്കയിലെ കാഫിര്യങ്ങളെ കുറിച്ച് അള്ളാഹു പറയുന്നു, പ്രവാചകരെ, ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, മക്കയിലെ കാഫിര്യങ്ങളോട്, അബൂ ജഹലിനോട്, ഉത്ബയോട്, ഷൈബയോട് ചോദിക്കുക, മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, ആകാശഭൂമികളെ സംവിധാനിക്കുന്നത് അല്ലെങ്കിൽ ആകാശങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വെള്ളം നൽകുന്നത്, ഉപജീവനം നൽകുന്നത് ആരാണ്? ഭൂമിയിൽ നിന്ന് വെള്ളം നൽകുന്നത് ആരാണ്? അമ്മൻ യംലികു അസ്സമഅ വൽ അബ്സാറ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത് വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്, നിങ്ങളുടെ കേൾവിയെ, നിങ്ങളുടെ കാഴ്ചയെ സംവിധാനിക്കുന്നവൻ ആരാണ് എന്ന് ചോദിച്ചാൽ അവർ പറയും, വമൻ യുദബ്ബിറുൽ അംറ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഫസയഖൂലൂൻ, അവർ പറയും അല്ലാഹു ആണെന്ന് അവർ പറയും. എന്നാൽ അവരെക്കാളും മോശപ്പെട്ട വിശ്വാസം വിശ്വസിക്കുന്നവർ മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞ് നമ്മുടെ നാടുകളിൽ നടക്കുമ്പോൾ, മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞ് ഇസ്ലാമിന്റെ വിശ്വാസമാണെന്ന് പറഞ്ഞ് അവർ പ്രചരിപ്പിക്കുമ്പോൾ, ഇബ്രാഹിമി മില്ലത്തിന്റെ വാഹകരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. നാം വിശദീകരിച്ചു കൊടുക്കണം ആളുകൾക്ക്. യഥാർത്ഥ വിശ്വാസം എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. ഇതാണ് തൗഹീദ് എന്ന് പറഞ്ഞു കൊടുക്കണം. തൗഹീദിന് വിരുദ്ധമായ ഒരു പ്രവർത്തനവും സഹോദരങ്ങളെ ഒരു കാരണവശാലും നമ്മുടെ കുടുംബക്കാരിൽ നിന്നുണ്ടായിക്കൂടാൻ നമ്മൾ സമ്മതിച്ചുകൂടാ. നമ്മുടെ ഉപ്പാക്ക്, നമ്മുടെ ഉമ്മ ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക, അവർക്ക് റബ്ബിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക ഏറ്റവും നല്ല രൂപത്തിൽ. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സാലിഹാ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, അല്ലാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവരെക്കാൾ ഏറ്റവും നല്ല സംസാരം സംസാരിക്കുന്നവൻ ആരുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചതുപോലെ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അഹ്കാം അഹ്ലി ദിമ്മയിൽ ഒരു കാര്യം പറയുന്നു. അദ്ദേഹം പറയുന്നു, ക്രൈസ്തവ സമുദായത്തിന്റെ വിശ്വാസമനുസരിച്ച് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ പുത്രനാണ്. ആ ദിവസത്തിൽ, അഥവാ നമ്മളൊക്കെ ക്രിസ്മസ് ഡേ എന്നൊക്കെ പറയുന്ന ആ ദിവസത്തിൽ അവർക്ക് ആശംസ അറിയിക്കുന്നതിനേക്കാൾ അല്ലാഹുവിനരികിൽ നിസാരമായ കാര്യമാണ് ജനങ്ങൾ ഒന്നടങ്കം ഹറാമായ കാര്യങ്ങൾ ചെയ്യുന്നു. അഥവാ ജനങ്ങൾ എല്ലാവരും ഒരു വശത്ത് ഹറാമായ കാര്യങ്ങൾ ഒന്നിച്ചു ചെയ്യുന്നു എന്ന് സങ്കല്പിക്കുക. അതിനേക്കാളും ഗൗരവമുള്ള വിഷയമാണ് ക്രൈസ്തവ സമുദായത്തിന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അദ്ദേഹം അള്ളാഹുവിന്റെ പുത്രനാണെന്ന് അവരുടെ വാദത്തിന് നാം ആശംസ അറിയിക്കുന്നത് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അള്ളാഹു അല്ല ലോകം നിയന്ത്രിക്കുന്നത്, മറിച്ച് CM മടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നൊരു വ്യക്തി പറയുമ്പോൾ, വലിയാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പറയുമ്പോൾ, ഏതെങ്കിലും റസൂലാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പറയുമ്പോൾ, അഖ്താബുകളാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പറയുമ്പോൾ, അത് എത്ര ഗൗരവമുള്ള വാദമാണ്, എത്ര ഗൗരവമുള്ള വാദമാണ് സഹോദരങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമുള്ള വിഷയങ്ങൾ സൃഷ്ടികൾക്ക് നൽകുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വാദങ്ങൾ കേൾക്കുമ്പോൾ അതിനെതിരിൽ നമ്മൾ പ്രതികരിക്കുക, അതിനെതിരിൽ അല്ലാഹുവിന്റെ ദീൻ നമ്മൾ പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറൻ ഇസ്തഅമലഹു ഫീ തആഅതി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമക്ക് നന്മ ഉദ്ദേശിച്ചാൽ അവനെ നല്ല കാര്യങ്ങളിൽ ഉപയോഗിക്കും. സഹാബത്ത് ചോദിച്ചു, എങ്ങനെയാണ് നല്ല കാര്യങ്ങളിൽ ഉപയോഗിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യുവഫിഖുഹു ലിഅമലിൻ സാലിഹ്, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ അല്ലാഹു അവന് തൗഫീഖ് നൽകും. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഒരു തെറ്റ് കാണുമ്പോൾ അത് തെറ്റാണെന്ന് വിശദീകരിച്ചു കൊടുക്കാൻ സാധിക്കുന്നുവെങ്കിൽ, ഒരു പാപം കാണുമ്പോൾ അത് പാപമാണ്, മാറി നിൽക്കണമെന്ന് പറയാൻ സാധിക്കുന്നുവെങ്കിൽ അറിയുക, അള്ളാഹു നിങ്ങൾക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇനി തെറ്റുകൾ ഇവിടെ നടക്കുന്നു, അള്ളാഹു അല്ലാത്തവരിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നു, ജാറ സംവിധാനങ്ങൾ കൂടുതലായി വരുന്നു, ലോകം നിയന്ത്രിക്കുന്നത് CM ആണെന്ന് പറയുന്നു. ഇങ്ങനെയുള്ള വാദങ്ങളൊക്കെ ഒരു വശത്ത് കേട്ടിട്ടും അവർ പറയുന്നത് അവർ പറയട്ടെ, നമ്മുടെ ഭാഗത്ത് നമ്മൾ പോകുമെന്നാണെങ്കിൽ അറിയുക, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് സാധിക്കുന്ന രൂപത്തിൽ ഒരു വാക്ക് കൊണ്ടാണെങ്കിൽ, ഒരു എഴുത്ത് കൊണ്ടാണെങ്കിൽ ദീനിനെ നമ്മൾ
സഹായിക്കുക. അത് ദീനിന് വേണ്ടിയല്ല. നേരത്തെ ഞാൻ പറഞ്ഞ ഹദീസിലേക്ക് മടങ്ങാം. ഇന്നമാ ഹിയ അഅമാലുക്കും വഫീഹാ ലക്കും. അത് നിങ്ങളുടെ കർമ്മങ്ങളാണ്, നിങ്ങൾ ചെയ്താൽ അത് നിങ്ങൾക്കുണ്ട്. വല്ലാഹി വബില്ലാഹി വതല്ലാഹ്, റബ്ബിന്റെ ദീൻ ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. അത് റബ്ബിന്റെ വാഗ്ദാനമാണ്, അത് നിലനിൽക്കും. അതിന് പ്രത്യേകിച്ച് നമ്മുടെ ആരുടെയും ആവശ്യമില്ല. നാം ഈ ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ വിജയത്തിന് വേണ്ടിയാണ്. അതല്ലാതെ ലോകാവസാനം വരെ റബ്ബിന്റെ ദീൻ ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. ഖുർആൻ ഇവിടെ ഏറ്റവും നല്ല രൂപത്തിൽ നിലനിൽക്കും. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവസാന നാൾ വരെ ദീനിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സമുദായം ഈ ഭൂമിയിൽ ഉണ്ടാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീനിന് വേണ്ടി പണിയെടുക്കുക, ദീനിന് വേണ്ടി പരിശ്രമിക്കുക, ആളുകൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കുക, തെറ്റായ ചിന്താഗതികൾ ആളുകൾ പ്രചരിപ്പിക്കുമ്പോൾ അതിനെതിരെ നമ്മൾ പോരാടുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദിനിൽ മുസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി വബഅദ്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു പ്രാർത്ഥന അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്കറിയാം ഇബ്രാഹിമിന്റെ സ്ഥാനം. സമയക്കുറവ് കാരണത്താൽ വിശദീകരിക്കുന്നില്ല. അദ്ദേഹം അള്ളാഹുവിന്റെ ഖലീലാണ്. അള്ളാഹുവിന് രണ്ട് ഖലീലാണ് ഉള്ളത്, ഒന്ന് ഇബ്രാഹിം, മറ്റൊന്ന് മുഹമ്മദ് അലൈഹി വസ്സലാത്തു വസ്സലാം. ഈ ഇബ്രാഹിം നബി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന വജുനുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. അല്ലാഹുവേ, ഈ പട്ടണത്തെ അല്ലെങ്കിൽ ഈ നാടിനെ അഥവാ മക്കയെ ഏറ്റവും നല്ല നാടായി നീ സ്വീകരിക്കണം, നിർഭയത്വമുള്ള നാടായി നീ സ്വീകരിക്കണം. അതുപോലെ തന്നെ എന്നെയും എന്റെ കുടുംബത്തെയും വിഗ്രഹാരാധനയെ തൊട്ട് നീ കാത്തു സംരക്ഷിക്കുകയും വേണമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു. ആരാ ദുആ ചെയ്യുന്നത്? ഇബ്രാഹിം നബി. അള്ളാഹുവെ, വിഗ്രഹാരാധനയെ തൊട്ട് എന്നെ നീ സംരക്ഷിക്കണമെന്നുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മുടെ പ്രാർത്ഥനകളിൽ നാം ഉൾപ്പെടുത്തുക. ഇബ്രാഹിം ഇബ്നു യസീദ് അത്തൈമി റഹിമഹുല്ലാ പറയുന്നു, വമൻ യഅ്മനുൽ ബലാഅ ബഅദ ഇബ്രാഹിം. ഇബ്രാഹിം നബി അങ്ങനെ പേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ എത്ര പേടിക്കണം? അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനകളിൽ തൗഹീദിൽ ഉറപ്പിച്ചു നിർത്താൻ നാം ദുആ ചെയ്യുക. പലപ്പോഴും ഇന്ന് ദുആ ചെയ്യുന്നത് എന്താണ്? ആളുകൾ എന്റെ കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകാൻ, കുടുംബത്തിൽ സന്തോഷമുണ്ടാകാൻ, നല്ലൊരു വാഹനം ലഭിക്കാൻ, നമ്മുടെ വിഷയങ്ങളിൽ നമുക്ക് വിജയം ലഭിക്കാൻ, അതൊക്കെ വേണം. പക്ഷെ അതിനേക്കാളൊക്കെ മുഖ്യമായത് നമ്മുടെ പരലോക വിജയത്തിന് വേണ്ടി നാം ദുആ ചെയ്യുക. അല്ലാഹുവേ, തൗഹീദിൽ ഉറപ്പിച്ചു നിർത്തണം. നിനക്ക് മാത്രം ഇബാദത്തുകൾ ചെയ്ത് നിന്റെ മുന്നിൽ മാത്രം തലകുറിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഭാഗ്യം റബ്ബേ എനിക്ക് നീ നൽകണം. തൗഹീദ് നമ്മൾ സ്വീകരിച്ചാൽ അത് നമുക്ക് സംരക്ഷണമാണ്. അല്ലാഹു പറയുന്നു, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. വിശ്വസിക്കുകയും ശിർക്ക് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവർ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർഭയത്വം നൽകുന്നതാണ്. അവസാനം ഒരു പ്രവാചകന്റെ ചെറിയൊരു ചരിത്രം പറഞ്ഞുകൊണ്ട് നിർത്താം. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഒരു പ്രവാചകന്റെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നു. അദ്ദേഹത്തെ കൊല്ലാൻ ഒരു സമുദായം കാത്തു നിൽക്കുന്നു. അദ്ദേഹത്തിന് ഭാര്യയില്ല, അദ്ദേഹത്തിന് ജോലിയില്ല, അദ്ദേഹത്തിന് വിശപ്പ് കാരണത്താൽ വളരെ പ്രയാസത്തിലാണ്. ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന ഒരു പ്രവാചകന്റെ ചരിത്രം അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ അദ്ദേഹത്തിന്റെ ദഅവത്ത് അദ്ദേഹം തുടങ്ങി. അങ്ങനെ ദഅവത്തിനിടയിൽ അദ്ദേഹം ഖിബ്തിയായ ഒരു വ്യക്തിയെ വധിക്കേണ്ടി വന്നു. മനഃപൂർവ്വമല്ലാത്ത രൂപത്തിൽ അദ്ദേഹത്തിന്റെ കൈകൾ കൊണ്ട് ഒരു വ്യക്തി മരണപ്പെട്ടു. ആ വ്യക്തിയുടെ ഗോത്രം മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊല്ലാൻ തീരുമാനിച്ചു. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖസസിലെ ഭാഗങ്ങൾ നിങ്ങൾ വായിക്കുക, സമയം കുറവാണ്. ആ ആളുകൾ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊല്ലാൻ തീരുമാനിച്ചപ്പോൾ ഒരു വ്യക്തി മൂസാ നബിയുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു, വജാഅ റജുലുൻ മിൻ അഖ്സൽ മദീനതി യസ്അ ഖാല യാ മൂസ ഇന്നൽ മലഅ യഅ്തമിറൂന ബിക ലിയഖ്തുലൂക. മൂസ, ചില ആളുകൾ നിന്നെ കൊല്ലാൻ വേണ്ടി പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഫഖ്റുജ് ഇന്നി ലക മിനൻ നാസിഹീൻ. നീ ഈജിപ്ത് വിട്ടു പോവുക, ഞാൻ നിനക്ക് ഉപദേശകനായിട്ട് വന്നതാണ്. ഫഖറജ മിൻഹാ ഖായിഫൻ യതറഖബ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പേടിയായി അദ്ദേഹം ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് പോയി. അദ്ദേഹം അല്ലാഹുവിനോട് പറഞ്ഞു, റബ്ബി നജ്ജിനി മിനൽ ഖൗമി അല്ലാലിമീൻ. അല്ലാഹുവേ, ഈ മോശപ്പെട്ട ആളുകളിൽ നിന്ന് എന്നെ നീ സംരക്ഷിക്കണം. ഒന്നാമത്തെ ദുആ റബ്ബിനോട് മാത്രം. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം യാത്ര പോയി മദിയന് നേരെ. വലമ്മാ തവജ്ജഹ തിൽഖാ മദിയൻ. മദിയന് നേരെ, മദിയൻ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് അദ്ദേഹം ലക്ഷ്യമാക്കി യാത്ര പുറപ്പെട്ടു. അദ്ദേഹം ദുആ ചെയ്തു, അസാ റബ്ബി അൻ യഹ്ദിയനി സവാഅസ് സബീൽ. അല്ലാഹുവേ, എനിക്ക് നീ സന്മാർഗം കാണിച്ചു തരണം. രണ്ടാമത്തെ പ്രാർത്ഥന. ഇത്രയും പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് അദ്ദേഹം പോകുന്നത്. അങ്ങനെ അദ്ദേഹം അവിടേക്ക് ചെന്നു. അവിടെ അദ്ദേഹം ചെന്നപ്പോൾ രണ്ട് പെൺകുട്ടികൾ ഒരു കിണറിനടുത്തായി നിൽക്കുന്നു. അവരോട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, ഖാല മാ ഖത്ബുകുമാ, നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്?
ആ കിണറിന് ചുറ്റും പുരുഷന്മാരായ ആളുകൾ അവരുടെ ആടുമാടുകൾക്കും അവരുടെ കന്നുകാലികൾക്കും വെള്ളം കൊടുക്കുന്നു, കിണറിൽ നിന്നെടുത്ത് വെള്ളം കൊടുക്കുന്നു. ഈ പെൺകുട്ടികൾക്കാണെങ്കിൽ പുരുഷന്മാരുടെ കൂടെ പോകാൻ കഴിയില്ല, അതുകൊണ്ട് അവർ പോയിട്ട് വേണം ഇവർക്ക് വെള്ളം കൊടുക്കാൻ. അവർ പറഞ്ഞു, ഈ ആട്ടിടിയന്മാർ പോയിട്ടല്ലാതെ നമ്മുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കാൻ നമുക്ക് സാധിക്കുകയില്ല, അതുകൊണ്ട് അവർ പോകാൻ കാത്തിരിക്കുകയാണ്. വഅബൂന ശൈഖുൻ കബീർ, നമ്മുടെ വീട്ടിൽ നമ്മുടെ പിതാവുണ്ടെങ്കിലും അദ്ദേഹത്തിന് പ്രായാധിക്യം കാരണത്താൽ അദ്ദേഹത്തിന് വന്ന് വെള്ളം കൊടുക്കുന്ന ഒരു സാഹചര്യവുമില്ല. വഅബൂന ശൈഖുൻ കബീർ ഫസഖാ ലഹുമാ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പെൺകുട്ടികളുടെ ആടുകൾക്ക് കിണറിൽ നിന്ന് വെള്ളം എടുത്തു കൊടുത്തു. സുമ്മ തവല്ല ഇലൽ ളിൽ, അതിനുശേഷം മൂസാ അലൈഹി സ്വലാം അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിന് താഴെ വിശ്രമിച്ചു. തഫ്സീറിന്റെ കിതാബുകളിൽ കാണാം കഠിനമായ വിശപ്പ് അദ്ദേഹത്തെ അലട്ടുന്നുണ്ട്, നല്ല വിശപ്പുണ്ട്. പക്ഷെ 2 ദുആ അദ്ദേഹം ചെയ്തു. സുമ്മ തവല്ല ഇലൽ ളിൽ, ശേഷം അദ്ദേഹം പറഞ്ഞു, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ ഫഖീർ, അല്ലാഹുവേ നീ അവതരിപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നീ നൽകുന്ന എന്താണെങ്കിലും അതിലേക്ക് ഞാൻ ആവശ്യക്കാരാണ്, എനിക്ക് വിശപ്പുണ്ട്. ഈ 3 പ്രാർത്ഥനകൾ അള്ളാഹുവിൽ മാത്രം അവലംബിച്ചുകൊണ്ട് ഈ 3 പ്രാർത്ഥനകൾ അദ്ദേഹം നടത്തി. ശേഷം എന്ത് സംഭവിച്ചു? ഈ 2 പെൺകുട്ടികളിൽ ഒരാൾ വീട്ടിലേക്ക് പോയപ്പോൾ അവരുടെ പിതാവ് ചോദിച്ചു, പൊതുവെ വരുന്നതിന് നേരത്തെ എന്തുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ വന്നത്? അവർ പറഞ്ഞു, ഇന്ന് നമ്മുടെ ഒരു വ്യക്തി സഹായിച്ചു. അങ്ങനെ അദ്ദേഹത്തെ വിളിക്കാൻ വേണ്ടി പിതാവ് അയച്ചു. ശേഷം ഖാലത് ഇഹ്ദാഹുമാ യാ അബതി ഇസ്തഅ്ജിർ, മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇദ്ദേഹത്തിന് അരികിലെത്തിയപ്പോൾ ഒരു പെൺകുട്ടി പറഞ്ഞു, അദ്ദേഹത്തെ നിങ്ങൾ വാടകയ്ക്ക് എടുക്കുക, എന്ന് പറഞ്ഞാൽ നമ്മുടെ ആടുകളെ മേയ്ക്കാനൊക്കെ അദ്ദേഹത്തെ നിങ്ങൾ കൂട്ടുക എന്ന് പറഞ്ഞു. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ പെൺകുട്ടികളിൽ ഒരാളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന അള്ളാഹു കേട്ടു. അദ്ദേഹത്തിന് ഈ പെൺകുട്ടികളിൽ ഒരാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി. മാത്രമല്ല അദ്ദേഹത്തിന് ജോലി ആവശ്യമുണ്ടായിരുന്നു, ആ വീട്ടിൽ ആടിനെ മേയ്ക്കുക എന്ന ജോലിയും അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. ഇത്രയും പ്രയാസങ്ങൾ അനുഭവിച്ചു, സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടു. പക്ഷെ അള്ളാഹുവിൽ വരമേൽപ്പിച്ചുകൊണ്ട് റബ്ബിലേക്ക് മാത്രം തിരിഞ്ഞ് 3 പ്രാർത്ഥനകൾ അദ്ദേഹം നടത്തിയപ്പോൾ അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല സമാധാനവും സന്തോഷവും നൽകി. അതുകൊണ്ട് സഹോദരങ്ങളെ, റബ്ബുമായി മനസ്സിന്റെ ബന്ധം നൽകുക. നിങ്ങൾക്ക് ഈ ദുനിയാവിൽ ലഭിക്കുന്ന സൗകര്യങ്ങളോ സുഖങ്ങളോ ഒന്നും അതിന് തടസ്സമല്ല. നിങ്ങൾ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ നിങ്ങൾക്ക് ടൂറുകൾ പോകാൻ അത് തടസ്സമല്ല. നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇസ്ലാം അനുവദിക്കുന്ന എല്ലാ സുഖങ്ങളിലും നിങ്ങൾക്ക് ജീവിക്കാം. ചില യുവാക്കളൊക്കെ ഇസ്ലാമിനെ തൊട്ട് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെ തൊട്ട് മാറിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് അവരുടെ സുഖങ്ങളും സൗകര്യങ്ങളും നഷ്ടപ്പെട്ടു പോകുമോ എന്ന് കരുതിയിട്ടാണ്. ഒന്നും നഷ്ടപ്പെടാനില്ല, മറിച്ച് അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിലൂടെ നമ്മുടെ മനസ്സിന് ലഭിക്കുന്ന ഒരു ലദ്ദത്തുണ്ട്. പ്രവാചകൻ പറഞ്ഞതുപോലെ, ജുഇലത് ഖുർറതു ഐനി ഫിസ്സലാ, എന്റെ കൺകുളിർമ എന്റെ നിസ്കാരത്തിലാണ് എനിക്ക് നൽകപ്പെട്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുക, അതിനുവേണ്ടിയുള്ള പണിയെടുക്കുക, അതിനുവേണ്ടിയുള്ള ദർസുകളിൽ നിങ്ങൾ ഇരിക്കുക, അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുക. അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും നിങ്ങൾ ചെയ്യാൻ പാടില്ല. അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം നിങ്ങൾ ചെയ്യില്ല എന്ന തീരുമാനം ഇന്ന് നിങ്ങൾ സ്വീകരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നിങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നും ഓരോ ദിവസം രാത്രി നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ മനസ്സിനോട് ചോദിക്കുക, ഇന്ന് എന്റെ ഈമാനിന്റെ അവസ്ഥ എന്താ? ഈമാൻ കൂടിയോ കുറഞ്ഞോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദീനിൽ നമുക്ക് പഠിപ്പിക്കപ്പെട്ടതല്ലേ? നമ്മുടെ ഈമാൻ കുറയും കൂടും. അതിനുള്ള ഒരു ഒറ്റ മാനദണ്ഡം പറഞ്ഞ് ഞാൻ നിർത്താം. എന്താണ് അതിന് മാനദണ്ഡം? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഇന്നമൽ മുഅ്മിനൂൻ അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. യഥാർത്ഥ സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ അവന്റെ മനസ്സിന് പേടിയുണ്ടാകും. റബ്ബിനെ കുറിച്ച് കേൾക്കുമ്പോൾ അവന്റെ പേടിയാണ്, അവന്റെ ഖബർ ചിന്തിക്കുമ്പോൾ അവന്റെ പേടിയാണ്. ആ പേടി നമ്മുടെ മനസ്സിൽ തോന്നുന്നെങ്കിൽ നമ്മൾ അറിയുക നമ്മുടെ ഈമാൻ വല്ലതൊക്കെ ഉണ്ട്. ഇനി അതൊന്നും നമുക്കില്ല എങ്കിൽ നമ്മുടെ ഈമാൻ അള്ളാഹുവിനെ കുറിച്ച് കേൾക്കുമ്പോഴൊന്നും നമുക്കൊരു പേടിയില്ല, ഇങ്ങനെ ആർക്കോ വേണ്ടി നിസ്കരിക്കുന്നു, കന്നുകാലികളെ പോലെ ജീവിക്കുന്നുവാണെങ്കിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ വിഷമിക്കുന്ന രംഗങ്ങളായിരിക്കും നാം അനുഭവിക്കേണ്ടി വരിക. വല്ലാഹി മരിക്കുക തന്നെ ചെയ്യും, എന്തൊക്കെ ചെയ്താലും മരിക്കും. അതുകൊണ്ട് അതിനുവേണ്ടി നാം തയ്യാറാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ജീവിതം നയിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിനോട് എന്നും നിരന്തരമായി ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അവന്റെ തൗഫീഖ് ഇല്ലാതെ ഒന്നും നമുക്ക് നടക്കില്ല. നമ്മൾ പറയാറില്ല, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നന്മ ചെയ്യാനുള്ള കഴിവ്, തിന്മയിൽ അകന്നു നിൽക്കാനുള്ള കഴിവ്, അതൊക്കെ റബ്ബ് നൽകേണ്ടതാണ്. അത് അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രികീൻ ودمر أعداء الدين. اللهم ألف بين قلوب الموحدين، اللهم ألف بين قلوب الموحدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അവസാനമായി ഉണർത്താനുള്ളത്, പല ആളുകളും ജുമഅയുടെ അവസാനത്തിലൊക്കെയാണ് വരുന്നത്. നിങ്ങൾ പോയിട്ടൊന്ന് അന്വേഷിക്കുക. ജുമഅ നിസ്കാരത്തിൽ ഖുതുബയിൽ വരിക എന്നുള്ളത് പണ്ഡിതന്മാർ പറയുന്നു കാരണമില്ലാതെ ഖുതുബയെ തൊട്ട് പിന്മാറുക എന്നുള്ളത് പാടില്ലാത്തതാണ്. ബാങ്കിന് ശേഷം കച്ചവടം നടത്തൽ ഹറാമാണ്. അതുകൊണ്ട് ആ വിഷയത്തിലൊക്കെ ശ്രദ്ധയുണ്ടാവുക. റബ്ബിലേക്കാണ് നമ്മുടെ മടക്കം എന്നൊരു ഓർമ്മ എന്ന് നമ്മുടെ മനസ്സിലുണ്ടാവുക. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.